HP കിടക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കുമായാണ്. പവർ ബാങ്ക്. നമ്മുടെ വീടുകളിൽ കേടുവന്ന പവർ ബാങ്ക് എങ്ങനെ ശരിയാക്കി എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് വീഡിയോ എടുക്കുക. അപ്പോൾ ഇന്ന് റിപ്പയർ ചെയ്യാൻ കിട്ടിയ പവർ ബാങ്ക് ആണിത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ പറഞ്ഞത് ചാർജിലേക്ക് കയറുന്നുണ്ട്, പക്ഷേങ്കിൽ ഫോൺ കുത്തിയിടുമ്പോൾ കുറച്ച് ടൈമേ ചാർജ് ഫോണിൽ കയറുന്നുള്ളൂ. അത് തന്നെ 1% പോലും കയറുന്നില്ല. കണക്ട് ചെയ്യുമ്പോൾ ഓണാണെന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ഓഫായി പോകുന്നുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മുടെ പവർ ബാങ്ക് ടോപ്പ് ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ പവർ ബാങ്ക് കേട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നാക്കി എടുക്കാം. ഒരു സോൾഡറിങ് ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നാക്കി എടുക്കാവുന്നതാണ്. ഇതിൽ വരുന്നത് ലിഥിയം അയൺ ബാറ്ററിയാണ്. ഇതിലൊരു 5 എണ്ണം ഉണ്ട്. ഇത് 2000 mAh ആണ് ഇതിൻ്റെ ഒരു ബാറ്ററീൻ്റെ പവർ വരുന്നത്, കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ 5 എണ്ണം വരുമ്പോൾ 10,000 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും 3.7 വോൾട്ടാണ്. ഇതിനും സെപ്പറേറ്റ് 3.7 വോൾട്ടാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് പാരലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുക. പാരൽ എന്ന് പറഞ്ഞാൽ പോസിറ്റീവിനോടെ തന്നെ എല്ലാത്തിനും കണക്ട് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് പോസിറ്റീവ് ടെർമിനൽ ഈ 5 ബാറ്ററിയും നമ്മൾ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്താണ് ഇതിനത് ഔട്ട്പുട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലിൽ പാരലായിട്ട് തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് കംപ്ലീറ്റ് കണക്ട് ചെയ്തു, അപ്പോൾ പോസിറ്റീവ് കംപ്ലീറ്റ് കണക്ട് ചെയ്തു ഈ 5 ബാറ്ററിയുടെ. എന്നിട്ടൊരു ഔട്ട്പുട്ടാണ് നമ്മൾ ഈ ഒരു ബോർഡിലേക്ക് കൊടുക്കുന്നത്. 3.7 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട് നമുക്ക് 3.7 വോൾട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. ഇതിൻ്റെ മേലെ ആയിരിക്കും ഇതിൻ്റെ വോൾട്ടേജ് വരിക. അപ്പോൾ ഈ ഒരു ബോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3.7 വോൾട്ട് ബാറ്ററീനെ 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ മൊബൈൽ ചാർജറിലേക്ക് USB കേബിൾ വഴി മൊബൈൽ ചാർജ് ചെയ്യുന്നത് ഒരു പണിയാണ് ഈ ഒരു ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. ബോർഡ് പോയതാണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 വയറുകളും സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്തിട്ട് വേറെ ബോർഡ്, ഇതേ സെയിം ബോർഡ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. അത് ഇതിൽ ഫിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിലിപ്പം വന്നത് മെയിനായിട്ട് പറഞ്ഞെങ്കിൽ ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് നല്ല ബാറ്ററിയാണ് സംഭവം. ഈ ബോർഡിൻ്റെ ഈ ഡ്രൈവർ ബോർഡാണ് ഇത്. അപ്പോൾ ഇതിന് കംപ്ലൈൻ്റ് ഉണ്ട്. ഇതിനൊരു ഒരു IC ആണുള്ളത്. ആ ഒരു മെയിൻ IC ആണ് ഈ ഒരു പവർ ബാങ്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളിൽ നമ്മൾ ചാർജ് ചെയ്തെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമുക്കത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കത് കയറുന്നില്ല, ഫോണിലേക്ക് കയറുന്നില്ല. ഫോണിൽ കുറച്ച് നേരം കണക്ട് ചെയ്ത് അത് അതേപടി ഓഫായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാറ്ററി പോയാലും ഈ ഒരു ഇത് വരും, ഈ ബോർഡിൻ്റെ ഡ്രൈവർ പോയാലും ഈ ഒരു പ്രോബ്ലം വരും. അപ്പോൾ പവർ ബാങ്കിൻ്റെ ബോർഡ് നമ്മളൊന്ന് ഊരി മാറ്റിയെടുത്തു. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ളത് ഒരു IC ആണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് HD 4936S ആണ്. ഇത് അത്യാവശ്യം നല്ല ഡ്രൈവർ ബോർഡാണ്, ഡ്രൈവർ IC ആണ്. കാരണം ഇതിനേക്കാൾ ചെറിയ IC വരുന്നുണ്ട്. 8 കാലുള്ള IC വരുന്നുണ്ട്. ഇത് 16 കാലുള്ള ഒരു IC ആണ്. ഇത് കുറച്ച് കാലം നിൽക്കും. ഒരു 8 കാലുള്ള വരുന്നത് വലിയൊരു അഭിപ്രായം ഇല്ല, കാരണം അത് വേഗം പോയി പോകുന്നുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ബോർഡ് മാറ്റി വാങ്ങുക. ഇതിനൊരു 16 കാലുണ്ട്. അപ്പോൾ ചിലത് 8 കാലുള്ളതും ഇറങ്ങുന്നുണ്ട് ഈ ഒരു മോഡല്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡ് വെച്ചിട്ട് ഈ ഒരു ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് വെച്ച
ഇരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ കാണിക്കാം. അതിനുവേണ്ടി ഞാനൊരു മൾട്ടിമീറ്റർ എടുത്തേക്ക് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബോർഡ് ഊരി മാറ്റി വെച്ച് ഇത് ഫുൾ ചാർജ് ആക്കിയ ശേഷം വോൾട്ടേജ് ചെക്ക് ചെയ്യാണ്. പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്ത് മൾട്ടിമീറ്ററിൽ കാണിക്കുന്നത് 4.2 വോൾട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ബാറ്ററി ഏകദേശം ഓക്കെയാണിത്. അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ബെസ്റ്റാണ് അറിയാൻ വേണ്ടി ചെറിയ വയർ വെച്ചിട്ട് ഈ ടെർമിനലും ഒന്ന് ഷോർട്ടായി നോക്കിയാൽ നമുക്ക് ഒരു ഇത് കാണാൻ പറ്റും, ഒരു സ്പാർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ നൈസ് വയർ എടുത്ത് നമ്മളൊന്ന് ഷോർട്ടാക്കി നോക്കിയാൽ നമുക്കത് കത്തിപ്പോകുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൽ ആംബിയർ ഉണ്ടെന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഈ ഒരു മീറ്ററിൽ നമ്മൾ 4 വോൾട്ട് കാണിക്കുന്നുണ്ടെങ്കിലും ബാറ്ററി നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രശ്നം അത് ഈ ബോർഡായിരുന്നു പ്രശ്നം. കാരണം ബോർഡിന് ഫുൾ ചാർജ് ആകുന്നുണ്ട്, പക്ഷേ ചാർജിങ് നടക്കുന്നില്ല. ചാർജിങ് പകുതി വെച്ച് കട്ട് ഓഫ് ആയി പോവുക. ബാറ്ററി ചാർജ് ഇതിലുണ്ട്. അപ്പോൾ ഇത് വേറൊരു കംപ്ലൈൻറ്റും ഇതിൽ വരാറുണ്ട്. ബാറ്ററി ഡൗൺ ആയി പോയിട്ട് ഈ ബോർഡ് ഓഫായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ 2 സ്റ്റെപ്പായിട്ട് വരും. ഇപ്പോൾ ഈ വോൾട്ടേജ് ഇതിലില്ലെങ്കിൽ കാണിക്കുന്നില്ലെങ്കിൽ നമ്മൾ ബാറ്ററി പോയതായിരിക്കാം, ബോർഡ് പോകാൻ ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ബാറ്ററി ചാർജിലേക്ക് കയറുന്നില്ലെങ്കിൽ അതും ഡ്രൈവർ ബോർഡ് പോയതായിരിക്കാം. കാരണം ഇത് നമ്മൾ കേബിൾ വഴി നിന്ന് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഇത് നമ്മൾ ചാർജിങ് പോർട്ട് വഴി നമ്മൾ USB കേബിളിൽ കണക്ട് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഇതിൽ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിൽ 2 5 വോൾട്ട് ഔട്ട്പുട്ട് വരും. അത് വന്നില്ലെങ്കിലും ഈ ഒരു ബോർഡ് പോയതാണ്. ഈ ഏതെങ്കിലും ഒരു ബാറ്ററി നമ്മൾ പോയി കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം അത് ഓവർ ഷോർട്ടായി അവിടെ കിടക്കുക. ഈ ചാർജ് അതിലേക്ക് തീരെ കയറില്ല. അപ്പോൾ അതങ്ങനെ ഒരു പ്രശ്നം അതിനുണ്ട്. അപ്പോൾ ഇത് പാരലൽ കണക്ഷൻ കൊണ്ട് കഴിഞ്ഞാൽ വോൾട്ടേജ് എന്തായാലും കാണിക്കും. ഒന്ന് പോയാലും നമുക്ക് ഇതൊക്കെ ഒന്ന് വർക്ക് ചെയ്യും. സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഒന്ന് പോയാൽ ബാക്കിയെല്ലാം പണി കൊടുക്കും. അപ്പോൾ ഇത് പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. പിന്നെ ഇത് ഏതെങ്കിലും ഓരോന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഓരോന്ന് സെപ്പറേറ്റ് അയച്ചെടുത്ത് ചെക്ക് ചെയ്യണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ USB കേബിൾ വഴി നമ്മളിതിലേക്ക് ചാർജ് ചെയ്ത് നോക്കി ഉണ്ടോ. ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ കണ്ടില്ലെങ്കിൽ ഈ സോക്കറ്റ് പോലാവാം, അങ്ങനെയും ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കേബിൾ കണക്ട് ചെയ്ത് നമ്മൾ ഈ ഇവിടെ പോസിറ്റീവ് ബി നെഗറ്റീവ് ഏരിയ ഭാഗം വോൾട്ടേജ് ചെക്ക് ചെയ്യണം. 5 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ടെങ്കിൽ ബോർഡ് ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ബാറ്ററിയാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് വന്നത് എന്നുണ്ടെങ്കിൽ ഈ ബോർഡും ഈ ഒരു 5 വോൾട്ടൊക്കെ ഓക്കെയാണ്, ചാർജ് കയറുന്നുണ്ട്, ബാറ്ററി ഓക്കെയാണ്, ഓക്കെയാണ്. പക്ഷേങ്കിൽ ബോർഡിന് കംപ്ലൈൻ്റ് ഉണ്ട്. കാരണം ബോർഡ് നമ്മൾ 3.7 വോൾട്ട് 5 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ USB കേബിൾ വഴി പുറത്തേക്ക് നമ്മൾ ഫോണിലേക്ക് ചാർജ് ചെയ്തത്. അപ്പോൾ അതിന് പ്രശ്നം വന്നു. കാരണം ഈ ഒരു സെക്ഷന് ഈ ബോർഡ് പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു IC ആണ് മൊത്തം കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു IC നമുക്ക് കിട്ടുകയാണെങ്കിൽ മൊത്തം മാറ്റിയാൽ ഈ ബോർഡ് ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ഡ്രൈവർ ബോർഡിൻ്റെ ചാർജിങ് സോക്കറ്റ് പോയാലും ഇതിലേക്ക് ചാർജ് കയറില്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ചാർജ് ചെയ്യുന്ന പിന്നില്ല USB കേബിൾ, അത് പോയാലും ഇതിലേക്ക് ചാർജ് കയറില്ല. അതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ബോർഡ് പോയാലും ബോഡി വാങ്ങാൻ കിട്ടും, ബോഡി ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ബാറ്ററി പോയാലും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ ബാറ്ററി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. 3.7 വോൾട്ടിൽ അധികം കാണിക്കണം. അതുപോലെ തന്നെ ഓരോന്നിന് ആംബിയർ ചെക്ക് ചെയ്യുക. ഒന്ന് ഷോർട്ടായി കൊടുത്ത് നോക്കിയാൽ മതി. ചെറിയ വയർ എടുത്തിട്ട് അന്നേരം തന്നെ കത്തിപ്പോവും. അപ്പോൾ നല്ല ആംബിയർ കയറുന്നുണ്ട്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.